ബേപ്പൂരിന് സമീപം തീപിടിച്ച ചരക്കു കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാനായില്ല. സ്ഫോടക വസ്തുക്കളും കെമിക്കലും ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകൾ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന സാഹചര്യമാണ്. കാണാതായ 4 പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. അതേസമയം സമർത്ത് എന്ന കപ്പൽ വിദഗ്ധരുമായി എത്തുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ആകാശ നിരീക്ഷണം തുടരുകയാണ്. സഹിൻ ആന്റണി, സരീഷ് പി കെ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സരീഷിലേക്കാണ്. സരീഷ്, ആശങ്കയാണ് കേരളത്തിന്റെ തീരത്ത് ആകെ ഉള്ളത്. മംഗളൂരുവിലേക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിച്ചിരിക്കുകയാണ്. 4 പേർക്കായുള്ള തിരച്ചിലാണ് ഇനിയും ഉള്ളത്. മംഗളൂരുവിൽ എത്തിച്ചവരിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമെന്നാണുള്ള റിപ്പോർട്ടുകൾ. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? 18 പേരിൽ 6 പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 12 പേരെ ഈ റൂമുകളിലേക്ക്, അതായത് ഹോട്ടലുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഈ 6 പേരിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അത് 2 പേർക്ക് 35 മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഈ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടറുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ കൃത്യമായി പറയുന്നത് 35 മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഗൗരവമുള്ള പൊള്ളലല്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇവരുടെ 2 പേർക്കും ശ്വാസകോശ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പോലും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പൊള്ളലേറ്റ 2 പേരെ അവരെ അതീവ ഗുരുതരാവസ്ഥയിൽ, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനാൽ അതീവ പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ 24 മണിക്കൂർ മോണിറ്ററിംഗ് നടത്തി വരികയാണ് എന്നുള്ളതാണ്. മറ്റ് 4 പേരുടെ പരിക്കുകൾ അത്രത്തോളം ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 6 പേരെ മാത്രമേ, ഈ 6 പേരിൽ 3 പേർ ചൈന സ്വദേശികളാണ്, 2 പേർ ഭൂട്ടാൻ സ്വദേശികളും, ഒരാൾ തായ്വാൻ സ്വദേശിയുമാണ്. മറ്റുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതമായി ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ശേഷിക്കുന്ന 4 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ 4 പേർ ആദ്യഘട്ടത്തിൽ അപകടം നടന്ന, അതായത് സ്ഫോടനമുണ്ടായി, തീപിടുത്തമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ അവർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ സ്റ്റാഫുകളാണ്, ഗ്രൗണ്ട് സ്റ്റാഫുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ 2 സംശയങ്ങളാണ് നിൽക്കുന്നത്. ആ സംശയങ്ങൾ, അല്ലെങ്കിൽ സംശയമുള്ളത്, ഒന്ന്, ഈ ആദ്യഘട്ടത്തിൽ തന്നെ തീപിടുത്തം ഉണ്ടായപ്പോൾ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനത്തിൽ ഇവർ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇവർ ഈ തീപിടുത്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംശയം, ഇവർ കടലിൽ ചാടിയിട്ടുണ്ടോ എന്നാണ്. കാരണം ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ ഈ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനാകില്ല എന്നുള്ളതും മറ്റ് കണ്ടെയ്നറുകളിലേക്ക് തീപിടുത്തം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നീട് ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ഈ കടലിലേക്ക് എടുത്തു ചാടുന്നത്. അപ്പോൾ അത്തരത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ എടുത്തു ചാടിയതാണോ എന്നുള്ള സംശയമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കണം. സ്വാഭാവികമായും ഇന്നലെ ഈ മണിക്കൂറുകളോളം കടലിൽ കിടന്നതുകൊണ്ട് തന്നെ ശാരീരികാവസ്ഥ മോശമായ നിലയിലായിരുന്നു ഈ 12 പേരെയും ഹോട്ടലിലേക്ക് എത്തിച്ചത്. അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ എടുക്കാനോ സാധിച്ചിരുന്നില്ല. സ്വാഭാവികമായും ഇന്നാകും മറ്റ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും, ഒപ്പം തന്നെ ഇവർ എന്താണ് യഥാർത്ഥത്തിൽ കപ്പലിൽ സംഭവിച്ചത്, ആദ്യഘട്ടത്തിൽ എവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്, മധ്യഭാഗത്താണ് പൊട്ടിത്തെറി ഉണ്ടായത്, അതിനുശേഷം തീപിടുത്തം ഉണ്ടായതാണ് എന്നുള്ള പ്രാഥമിക വിവരം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എവിടെയായിരുന്നു ആദ്യഘട്ടത്തിൽ തീപിടുത്തം ഉണ്ടായത്, പിന്നീട് എങ്ങനെയാണ് ഈ 2 ഭാഗങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ കത്തി അമരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള കണ്ടെയ്നറുകൾ ഉള്ളത്, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ക്യാപ്റ്റനുമായി സംസാരിക്കുമ്പോൾ വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരെ ഈ 6 പേർ ചികിത്സയിലും മറ്റുള്ളവർ മംഗലാപുരത്തെ സ്വകാര്യ ഹോട്ടലിലുമാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സരീഷ് പി കെയാണ് വിവരങ്ങൾ നൽകിയത്. 6 പേർ ചികിത്സയിൽ, മറ്റുള്ളവരെ മംഗളൂരുവിലെ മംഗലാപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സഹിൻ ആന്റണി കൂടി ആ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. കാരണം തീ ഒരു വിധത്തിലും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല, നിന്ന് കത്തുകയാണ്. സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറിന്റെ ഭാഗമായി, കപ്പലിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്ന വിവരങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പോഴും പ്രതികൂലമായി, തീ അണയ്ക്കുന്നതിന് പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സേനയുടെ ഏതൊക്കെ സംവിധാനങ്ങളാണ്, അതായത് കപ്പലുകൾ ഉൾപ്പെടെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്?
ബിനില് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയും ഈ രണ്ട് വിഭാഗവും ശക്തമായി തന്നെയാണ് ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഈ ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളൂ. ഇന്നലെ 9:10-20 കൂടിയാണ് കപ്പലിന് തീപിടുത്തമുണ്ടായതെങ്കിലും കപ്പലിലേക്ക് ഒരു ഫയർ ഫൈറ്റിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിനെ തീയണക്കാനുള്ള ശ്രമം ആരംഭിച്ചത് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ആയിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഡോണിയർ വിമാനങ്ങൾ അവിടെയുണ്ട്. കൂടാതെ 3 കപ്പലുകൾ, സമുദ്രപ്രഹരി, സജേദ്, സമർത്ത്, മറ്റൊന്ന് അർണവേഷ് തുടങ്ങിയ 5 കപ്പലുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഈ പറയുന്ന ചരക്ക് കപ്പലിനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ സത്ലജ് എന്ന് പറയുന്ന കപ്പൽ പ്രാദേശികമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 3 തരത്തിലാണ് സാധാരണ ഒരു തീ ഉണ്ടായാൽ അത് അണയ്ക്കാൻ ശ്രമിക്കുക. ഒന്ന്, ഈ കപ്പലിനകത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശത്തെ വായു സഞ്ചാരം പൂർണ്ണമായും കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് ആ തീ അടക്കാനുള്ള ഒരു ശ്രമം നടക്കും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പലിൽ സാധ്യമല്ല. മറ്റൊന്ന്, എവിടെയാണോ തീ പിടിക്കുന്നത് അവിടെയുള്ള ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എടുത്തു മാറ്റുക, അങ്ങനെ തീ അണക്കാനുള്ള ഒരു ശ്രമം നടക്കും. അതും സാധ്യമല്ല. ആകെ സാധ്യമായിട്ടുള്ളത് ഈ കപ്പലിലേക്ക് വെള്ളം അല്ലെങ്കിൽ ഫയർ ഫൈറ്റ് നടത്തിക്കൊണ്ട് ഈ വെള്ളം അടിച്ചുകൊണ്ട് ഈ തീയെ അണക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിൽ തന്നെ കപ്പൽ നമ്മൾക്ക് ഇന്ത്യൻ നാവികസേനയുടെ PRO പറയുന്നതനുസരിച്ചാണെങ്കിൽ കപ്പൽ ഇപ്പോൾ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ ആരും നിയന്ത്രിക്കുന്നുമില്ല. പക്ഷേ കപ്പൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ കപ്പലിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കപ്പലിന് ചാഞ്ചാട്ടം സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം അടിക്കാൻ സാധിക്കില്ല. പക്ഷേ കാര്യമായ തീപിടുത്തം ഈ കപ്പലിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. കസ്റ്റംസ് മാനിഫെസ്റ്റോ അനുസരിച്ച്, അവർക്ക് ലഭിച്ചിരിക്കുന്ന മാനിഫെസ്റ്റോ അനുസരിച്ച് ഇത്തരത്തിൽ കുറച്ച് കാർഗോ മാനിഫെസ്റ്റോ അനുസരിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 140 കണ്ടെയ്നറുകൾ, ആ 140 കണ്ടെയ്നറുകൾ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടെയ്നറുകളാണ്. അതിൽ തന്നെ 20 കണ്ടെയ്നറുകളിൽ 1,83,000 കിലോ ബൈപെറി ഡീലിയം കീടനാശിനിയാണുള്ളത്. മറ്റൊന്ന് 27,860 കിലോഗ്രാം ഡിമീഥൈൽ സൾഫേറ്റ് അടക്കമുള്ള വസ്തുക്കളാണുള്ളത്. കൂടാതെ 167 പെട്ടി ലിഥിയം ബാറ്ററികളുണ്ട്. ബെൻസോഫെനോൺ എന്നിവ ഈ പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന വസ്തുക്കളാണ് കൂടുതലും അതിലുള്ളത്. പിന്നെ പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈഥെയ്ൻ, മീഥൈൽ, കീറ്റോൺ 40 കണ്ടെയ്നറുകളുണ്ട്. 12 കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ, പാരാഫോർമൈൻ, ഡിഹൈഡ് എന്നിവയാണ്. അങ്ങനെ പാരിസ്ഥിതികമായി ഗുരുതരമായ ആഘാതമുണ്ടാക്കുന്ന 140 കണ്ടെയ്നറുകൾ ഇപ്പോഴും കപ്പലിലുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ബിനില. ഓക്കെ, അതാണ് പാരിസ്ഥിതികമായ വലിയ ആഘാതം ഉയർത്തുന്ന സാധനങ്ങളാണ് ഇതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ കടലിൽ കലങ്ങുന്നത്, അല്ലെങ്കിൽ അതിലെ വസ്തുക്കൾ കടലിൽ കലങ്ങുന്നത്, അത് തീരത്തേക്ക് എത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ആശങ്ക ഉളവാക്കുന്നതാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഷഹീൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ മുഴുവൻ കാർഗോയും നശിച്ച് പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കാരണം തീ ആ വിധത്തിലാണ്. അപ്പോൾ ഒരു പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അപകട സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ലക്ഷ്യം.